നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺഗ്രസിൽ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. ഏതറ്റം വരെയും പോയും അധികാരം പിടിച്ചേ പറ്റുമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. കേരളത്തിൽ ഇത്തവണ കൂടി അധികാരം നഷ്ടപ്പെട്ടാൽ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് ചെറുതൊന്നുമായിരിക്കില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഇടങ്ങളിലെല്ലാം പാർട്ടിക്ക് വേരുകൾ അനുദിനം നഷ്ടപ്പെടുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ ഹൈക്കമാൻഡിന് കഴിയുന്നുള്ളൂ. തുടരെ നടക്കുന്ന സർവേകളെല്ലാം ഇതാണ് വ്യക്തമാക്കുന്നത്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും നേരിട്ട് മാറ്റുരയ്ക്കുന്ന സർവേകളിലെല്ലാം രാഹുൽ ഗാന്ധിക്ക് ദക്ഷിണേന്ത്യയിൽ നിന്നും മാത്രമേ വോട്ട് കിട്ടാറുള്ളൂ. ഇങ്ങനെയൊരു ദുരവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണ കൂടി അധികാരത്തിലേറാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലും പാർട്ടിയുടെ അസ്തിത്വം നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ് കാര്യങ്ങൾ വേഗത്തിൽ നീക്കുന്നത്. ഇത് മുൻകാലങ്ങളിൽ പതിവുള്ളതല്ല. ഓരോ കാര്യത്തിനും നേതാക്കന്മാർ പലതവണ ഡൽഹി യാത്ര നടത്തിയാലേ കാര്യങ്ങൾ നടക്കാറുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ അത് മാറി. കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങുന്നുണ്ട്. 10 വർഷത്തെ അധികാര നഷ്ടവും ഹൈക്കമാൻഡിലുള്ള KC വേണുഗോപാലിൻ്റെ സ്വാധീനവും VD സതീശൻ്റെ ഡൈനാമിക് നേതൃത്വമെല്ലാം ഇതിന് സഹായമായിട്ടുണ്ട്. പാർട്ടിയിൽ ഗ്രൂപ്പുകൾ പലതുണ്ടെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരൈക്യവും പാർട്ടിയിൽ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം താൽക്കാലികമെന്നൊരു സൂചനയാണ് നൽകുന്നത്. ബ്രിട്ടീഷുകാരൻ്റെ തന്ത്രമായ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തന്ത്രം ഹൈക്കമാൻഡ് ഇവിടെ പയറ്റുന്നുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പല അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെടാനും അതൊരു ശാക്തിക മത്സരത്തിലേക്ക് വഴിപ്പെടാനുമുള്ള വേദികൾ ഇപ്പോൾ തന്നെ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 4.5 വർഷമായി VD സതീശനായിരുന്നു അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്നത്. സതീശൻ്റെ വാക്കുകളായിരുന്നു കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാന വാക്ക്. അതാണ് മുൻപൊരു കാലത്തുമില്ലാത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കടുത്ത ഒരു നിലപാട് എടുക്കാൻ കോൺഗ്രസിന് ശക്തി നൽകിയത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഉറച്ച ബോധ്യങ്ങളുടെയും ശരികളുടെയും നിലപാട് തറകളിൽ നിന്നാണ് ഉപതെരഞ്ഞെടുപ്പുകളും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും നേരിട്ടത്. അവയ്ക്കെല്ലാം ഉയർന്ന റൺ റേറ്റ് ആയിരുന്നു. ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ സതീശൻ വല്ലാതെ അങ്ങ് വളർന്നു. സതീശൻ്റെ ജനപ്രിയത വല്ലാതെ കൂടി. എതിരില്ലാത്ത ഒരു നേതാവായി സതീശൻ വളർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചാൽ സതീശനായിരിക്കും മുഖ്യമന്ത്രി ആവുകയെന്ന ചിന്ത സമൂഹത്തിൽ വളർന്നു. ഇത്രയും എത്തിയപ്പോൾ ഹൈക്കമാൻഡിൽ ആർക്കും ഒരു ഉറുമ്പുകടി. സതീശൻ തങ്ങളെക്കാൾ കൂടുതൽ വളർന്നാലോ എന്നൊരാശങ്ക പടർന്നു. ഉടൻ ഡൽഹിയിൽ നിന്ന് ഒരു ഡ്രോൺ പറന്നു വന്നിറങ്ങി. അതിൽ കുറച്ച് സ്ഥാനമാനങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സതീശനെ ഒറ്റയ്ക്ക് മുന്നിൽ നിർത്താതെ പ്രചരണ സമിതി സാരഥികളായി ചെന്നിത്തലയെയും ശശി തരൂരിനെയും ഷാഫി പറമ്പിലിനെയും അണിനിരത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുമെന്ന ഉറപ്പുള്ള രമേശ് ചെന്നിത്തല, സതീശൻ്റെ എതിർപ്പാളയിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന ശശി തരൂർ, രാഹുൽ മാങ്കൂട്ട വിഷയം മുതൽ സതീശൻ്റെ കടുത്ത എതിരാളിയായ ഷാഫി പറമ്പിൽ എന്നിവരെയാണ് സതീശനൊപ്പം നിർത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ സതീശന് കിട്ടാനിടയുള്ള റൺ റേറ്റ് വെട്ടിക്കുറയ്ക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള സതീശൻ്റെ അവകാശവാദത്തിന് ബലം കുറയ്ക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് സതീശനും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ വെട്ടേറ്റ് നിൽക്കുന്ന മറ്റൊരു നേതാവാണ് K മുരളീധരൻ. ഇന്ന് ജോസ് കെ മാണിയുടെ അവസ്ഥയാണ് K മുരളീധരനും. മത്സരിക്കാൻ ഒരു മണ്ഡലമില്ല. കയ്യിലിരുന്ന വട്ടിയൂർക്കാവിലേക്ക് ഇനിയും നോക്കിയിട്ട് കാര്യവുമില്ല. CPMനോ BJPക്കോ ഉള്ള സീറ്റായി അത് മാറി. മത്സരിക്കാൻ പല മണ്ഡലങ്ങളിലേക്കും വിളിക്കുന്നുണ്ടെങ്കിലും നേമത്തെയും തൃശ്ശൂരെയും അനുഭവങ്ങൾ മുരളിയെ ഭയപ്പെടുത്തുന്നു. മുന്നിൽ നിന്ന് BJPയും പിന്നിൽ നിന്ന് സ്വന്തം പാർട്ടിക്കാരും കുത്തുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. അതുകൊണ്ട് മത്സരിക്കണോ എന്ന കാര്യത്തിൽ രണ്ടാമതൊരു ആലോചനയാണ് അദ്ദേഹം. കഴിഞ്ഞ 2 തവണ നേമത്തും തൃശ്ശൂരും ചാവേറാകാൻ തയ്യാറായ ആളാണ് മുരളീധരൻ. മറ്റൊരു നേതാവും ഇതിന് തയ്യാറാകില്ലായിരുന്നു. അത്രമേൽ ത്യാഗം സഹിക്കാൻ സന്നദ്ധനായ അദ്ദേഹത്തെ എന്നിട്ടും ഒരു കാര്യവും തൊടിയിക്കാതെ അകറ്റി നിർത്തിയിരിക്കുന്നതാണ് ചിത്രങ്ങളിൽ കാണാനാവുന്നത്. മുൻകാലങ്ങളിൽ പലപ്പോഴും പ്രചരണ സമിതി ചെയർമാൻ ആയിട്ടുള്ള മുരളീധരനെ ഇത്തവണ സമിതിയുടെ 7 അയലക്കത്ത് പോലും അടുപ്പിച്ചിട്ടില്ല. ഒരു ഗ്രൗണ്ട് ഫ്ലോറായ മുരളീധരനെ അകറ്റി നിർത്തുന്നത് ബോധപൂർവമാണെന്നാണ് മുരളീധര പക്ഷം കരുതുന്നത്. UDF ജയിച്ചാൽ മന്ത്രിസഭ രൂപീകരണത്തിലും ഈ അകറ്റി നിർത്തൽ ഉണ്ടാകുമെന്നും അവർ ചിന്തിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ് മത്സരത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്നതിനെ പറ്റിയാണ് മുരളീധരൻ ഇപ്പോൾ ചിന്തിക്കുന്നതെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.